നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിളിയൂരിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സൂപ്പർ സൈക്കോ ലക്ഷ്യമിട്ടത് 5 പേരെയാണ്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ നടുക്കിയ വാർത്ത പുറത്തു വന്നത്. അച്ഛനെ 28ഓളം വെട്ടിക്കൊണ്ടാണ് അതിക്രൂരമായി സ്വന്തം മകൻ തന്നെ കൊലപ്പെടുത്തിയത്. പക്ഷേ അച്ഛൻ മാത്രമായിരുന്നില്ല ഈ പറയുന്ന പ്രതിയുടെ ലക്ഷ്യം. കുടുംബത്തിലുള്ള അച്ഛനെയും അമ്മയെയും സഹോദരിയും വകവരുത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനൊപ്പം തന്നെ സഹോദരിയുടെ ഭർത്താവും ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. മറ്റൊരാൾ അയൽവാസിയായിരുന്നു. പ്രജിൻ ജോസിന്റെ പെരുമാറ്റത്തിലും ജീവിതത്തിലും അടിമുടി നിഗൂഢതയുണ്ടെന്ന് തിരിച്ചറിയുകയാണ് പോലീസ്. 5-ാം തീയതി രാത്രിയാണ് കിളിയൂർ ചാരുവിള ബംഗ്ലാവിൽ ജോസി മകൻ പ്രജിൻ ജോസ് അതിക്രൂരമായി വെട്ടിക്കൊന്നത്. സോഫയിൽ കിടക്കുകയായിരുന്ന അച്ഛന്റെ കഴുത്തിലാണ് പ്രതി ആദ്യം വെട്ടിയത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്നെത്തി അടുക്കളയിൽ വെച്ച് തലയിലും നെഞ്ചിലും വെട്ടിപ്പരിക്കേൽക്കുകയായിരുന്നു. മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഈ കൊലയെന്ന സംശയം പോലീസിനുണ്ട്. പ്രജിനെ ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് ബന്ധുക്കളുടെയും സംശയം. പ്രജിനെ ഭയന്നാണ് മാതാപിതാക്കൾ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്നും എന്തെങ്കിലും ചോദിച്ചാൽ ഇവരെ മർദ്ദിക്കുന്നത് പതിവായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു. അച്ഛനെ കൊലപ്പെടുത്തും മുമ്പ് പ്രജിൻ തന്റെ ശരീരത്തിലെ രോമവും തലമുടിയും സ്വയം നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇയാളുടെ മുറിയിൽ ഇതിനേക്കാൾ ഏറെ തലമുടിയുടെ ഒരു കൂമ്പാരമാണ് കണ്ടെത്തിയത്. അതെവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുകയാണ്. ഭസ്മവും കളിമണ്ണും മുറിയിലുണ്ടായിരുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുമ്പ് പ്രജിൻ തന്റെ ഐഫോൺ അടക്കമുള്ള ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നു. ഒരുപക്ഷെ തന്നെ ആഭിചാരത്തിന്റെ വഴിയെ നയിച്ചവരുടെ വിവരങ്ങൾ പുറത്തറിയിക്കാതിരിക്കാനായിരുന്നു ഇതെന്നാണ് സൂചന. വീട്ടിൽ നിന്നും കിട്ടിയ കുറിപ്പുകളാണ് പ്രജിന്റെ കൊലപാതക പദ്ധതികൾ പോലീസ് തിരിച്ചറിയുന്നത്. ജോസിന്റെ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ ഒരു മോഷണ ശ്രമം നടന്നിരുന്നു. ചില കുറിപ്പുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ ഇതിന് പിന്നിലും പ്രജിനാണെന്നാണ് നിലവിലെ സംശയം. അന്നേ ദിവസം കിട്ടിയ കുറിപ്പിന് സമാനമായ പല കുറിപ്പുകളും ഇയാളുടെ മുറിയിൽ നിന്ന് കണ്ടെത്തി. വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല വിധത്തിലുള്ള ഉപകരണങ്ങളുമാണ് പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. ഐ ആം സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങിയ പല വാചകങ്ങളും ഇയാൾ മുറിയിൽ എഴുതി വെച്ചിരുന്നു. കളിമണ്ണ് നിർമ്മിച്ച പ്രതിമകളും മറ്റു ചില രൂപങ്ങളും കണ്ടെത്തി. കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന്റെ തല ഛേദിക്കുന്നത് പ്രജിന്റെ ഒരു സ്വഭാവമായിരുന്നു. ഹാർഡ്വെയർ കടയിൽ നിന്ന് ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച് വിവിധ തരം ടൂൾസും ഇയാൾ നിർമ്മിച്ചിരുന്നു. പ്രജിന്റെ ജീവിതം ഏതാനും വർഷങ്ങളായി അടിമുടി നിഗൂഢത നിറഞ്ഞതായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ചൈനയിൽ MBBS വിദ്യാർത്ഥിയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിൽ തിരികെ എത്തുന്നത്. പിന്നീട് ചൈനയിൽ പോയി പഠനം തുടരാനായില്ല. ഇതിനിടെ കൊച്ചിയിൽ സിനിമ സംബന്ധിച്ച പഠനത്തിനായി പോയി. ഇതിനായി 1.5 ലക്ഷത്തോളം രൂപയാണ് നൽകിയത്. സിനിമാ പഠനത്തിന് ശേഷം തിരികെ എത്തിയതോടെയാണ് പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. വീടിന്റെ മുകൾ നിലയിലെ മുറിയിലായിരുന്നു പ്രജിൻ അധിക സമയം ചിലവഴിച്ചിരുന്നത്. ഇവിടേക്ക് മാതാപിതാക്കളെ പോലും പ്രവേശിപ്പിച്ചിരുന്നില്ല. മിക്ക ദിവസങ്ങളിലും അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതും പതിവായിരുന്നു. മാതാപിതാക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ മുഖത്തേക്ക് തുപ്പുന്നതും പ്രജിന്റെ രീതിയായിരുന്നു. വീട്ടിൽ പ്രാർത്ഥനാ സമയത്ത് പ്രജിൻ മുകൾ നിലയിലെ മുറിയിൽ ഉച്ചത്തിൽ പാട്ട് വയ്ക്കും. സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചില പാട്ടുകളാണ് മുറിയിൽ വെക്കാറുള്ളതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ സമയത്ത് ഇയാൾ കറുത്ത വസ്ത്രം ധരിക്കുന്നതും പതിവായിരുന്നെന്നാണ് പോലീസിന് കിട്ടിയ മൊഴി. ആരെയും തന്നെ മുറിക്കുള്ളിൽ കയറ്റാൻ പ്രജിൻ അനുവദിച്ചിരുന്നില്ല. ജോസിന്റെ കൊലപാതകത്തിന് ശേഷമാണ് മുറിക്കുള്ളിൽ വിചിത്രമായ പല കുറിപ്പുകളും പുസ്തകങ്ങളും പ്രതിമകളുമല്ല വീട്ടുകാർ കാണുന്നത്. ചിലപ്പോഴൊക്കെ വീട്ടിൽ വാഹനമെടുത്ത് പുറത്തു പോകുന്ന പ്രജിൻ മണിക്കൂറുകൾ കഴിഞ്ഞാണ് മടങ്ങി വന്നിരുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ മർദ്ദനവും പതിവായിരുന്നു. ഇക്കാരണത്താലാണ് പ്രജിന്റെ മുറിയിൽ എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു വിവരവും തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്ന് അമ്മ പറയുന്നത്. സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ടെന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നാണ് അമ്മയുടെ ആവശ്യം. നെയ്യാറ്റിൻകര ജയിലിൽ കഴിയുന്ന പ്രജിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ എന്നും വെള്ളറട പോലീസ് പറഞ്ഞു. ഏതായാലും തുടക്കം മുതൽ തന്നെ പ്രജിനും പോലീസിനെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് നൽകുന്നത്. ഏതായാലും പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള കാര്യങ്ങളും ഇയാൾ പിന്തുടർന്ന് വന്നിരുന്ന ജീവിത രീതിയും എല്ലാം നോക്കുമ്പോൾ ഇതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും പ്രേരണ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി അന്വേഷിക്കേണ്ടി വരും.